സമരാഗ്നിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നടത്താനിരുന്ന കെ.പി.സി.സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി. കെ. സുധാകരൻ പത്തനംതിട്ടയിലുണ്ടെങ്കിലും വി.ഡി. സതീശൻ എത്താൻ വൈകും എന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. ജനകീയ ചർച്ചാ സദസ്സിൽ ഇരുവരും പങ്കെടുക്കും. പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, മുൻപുണ്ടായ ഒരു സംഭവം, അത് വലിയ രീതിയിൽ വിവാദമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഒന്നിച്ചുള്ള വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന്, ഒപ്പം പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. സുജയ, സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും ഒപ്പം കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെയും സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ ഉണ്ടാകുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നലെ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് ഇരുവരും നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചതായി DCC നേതൃത്വത്തിൽ നിന്നും അറിയിപ്പ് വന്നത്. കെ. സുധാകരൻ പത്തനംതിട്ടയിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട കുമ്പഴയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഉണ്ട്. അതേസമയം വി.ഡി. സതീശൻ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയിട്ടില്ല. വി.ഡി. സതീശൻ എത്താൻ താമസിക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ആദ്യം DCC നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വി.ഡി. സതീശന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അദ്ദേഹത്തിന് പനിയുണ്ട്, തൊണ്ടയ്ക്ക് വേദനയുണ്ട്. അക്കാരണത്താൽ ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും DCC നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ചെറിയൊരു അതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അത് മാത്രവുമല്ല, പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ തന്നെ LDFന്റെ കയ്യിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ സമരാഗ്നി പരിപാടി പത്തനംതിട്ട ജില്ലയിൽ എത്തുമ്പോൾ മുതിർന്ന നേതാക്കളുടെ ഒരു സാന്നിധ്യം, അത് DCC നേതൃത്വം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. കെ. സുധാകരനും വി.ഡി. സതീശനും ഈ ജില്ലയിലെ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകാൻ കഴിയും, അവരുടെ വരവിന് ഊർജ്ജം നൽകാൻ കഴിയുമെന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതിനനുസരിച്ച് ഇന്ന് രാവിലെ ഈ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി നടത്താനിരുന്ന വാർത്താ സമ്മേളനത്തിലെയും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് DCC നേതൃത്വം കണ്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഈ ഒരു വാർത്താ സമ്മേളനം ഇല്ല എന്നൊരു അറിയിപ്പാണ് DCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഏതായാലും സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് നടക്കില്ല എന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ ജില്ലയിലെ കർഷകർ, ഒപ്പം തന്നെ തൊഴിലാളികൾ എന്നിവരുമായുള്ള നേതാക്കളുടെ യോഗം, അവരുമായിട്ടുള്ള സംസാരമൊക്കെ ഇന്ന് നടക്കുമെന്ന് DCC നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വി.ഡി. സതീശൻ പത്തനംതിട്ടയിലേക്ക് ഇന്ന് എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം തന്നെ കെ. സുധാകരൻ ഇപ്പോഴും പത്തനംതിട്ടയിലുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായുള്ള ഈ ജനകീയ സദസ്സ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയത്തിനകം പത്തനംതിട്ടയിലെ ഈ ഹോട്ടലിൽ നിന്നും വേദിയിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും DCC നേതൃത്വത്തിനും ഒപ്പം തന്നെ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ നിരാശയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുജയ, ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ ഇടപെട്ടിട്ടും പരിഹാരം പൂർണ്ണമായും ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ വിട്ടുനിൽക്കൽ, പ്രവീൺ? തീർച്ചയായും സുജയ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ. സുധാകരന്റെ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. അതേസമയം തന്നെ ആ ഒരു പ്രശ്നം ലഘൂകരിച്ച് കാണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശ്രമിച്ചത്. എങ്കിൽ പോലും ഇരുവരും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അത് അണികൾക്കിടയിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഇരുവരും സംയുക്തമായി നടത്തിയ ഈ ഒരു പരിപാടിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തവും വളരെ കുറവായിരുന്നു എന്ന ഒരു ചെറിയൊരു ആരോപണം കൂടി DCC നേതൃത്വത്തിന് എതിരെ വന്നിട്ടുണ്ട്. കാരണം വി.ഡി. സതീശനും കെ. സുധാകരനും ഒക്കെ പ്രസംഗിച്ചപ്പോൾ ഈ വേദിക്ക് പുറകുവശത്ത് പ്രവർത്തകരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതും സംഘാടകർക്കെതിരെയുള്ള ഒരു വികാരമായി മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നിപ്പോൾ അതിന്റെ തുടർച്ചയായി നടത്തുന്ന ഈ രണ്ടുപേരും, വി.ഡി. സതീശനും ഒപ്പം കെ. സുധാകരനും ഒരുമിച്ച് നടത്താനിരുന്ന വാർത്താ സമ്മേളനം കൂടി ഒഴിവാക്കിയതിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശയിലാണ്. തുടർച്ചയായി ഇത്തരത്തിൽ ഈ സംഘടനാ പ്രവർത്തനത്തിനെതിരെയും അതേസമയം തന്നെ കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നൊരു തോന്നൽ അണികൾക്കിടയിൽ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയൊരു പ്രതിസന്ധിയാണ്. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ വി.ഡി. സതീശൻ വരാൻ വൈകുന്നത് കൊണ്ട് വാർത്താ സമ്മേളനം ഒഴിവാക്കിയെന്ന ന്യായം അണികളെ വിശ്വസിപ്പിക്കാൻ കഴിയുമോ? എന്താണ് കെ.പി.സി.സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ വിട്ടുനിൽക്കലിനെ കുറിച്ച് ഒന്നിച്ചിരിക്കില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? അവരുടെ പ്രതികരണങ്ങൾ അടക്കം വരേണ്ടിയിരിക്കുന്നു. തിരികെ എത്താം ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്.